നമസ്കാരം, ടെക് ഫോർക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് വേളാങ്കണ്ണിലേക്ക് ഞാൻ നടത്തിയ ഒരു ട്രെയിൻ യാത്രയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. വേളാങ്കണ്ണിയിലേക്ക് നേരിട്ട് സർവീസ് നടത്തുന്ന വേളാങ്കണ്ണി എക്സ്പ്രസ് ആഴ്ചയിൽ 2 ദിവസമാണുള്ളത്. ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഉച്ചയ്ക്ക് 1 മണിക്ക് എറണാകുളത്ത് സൗത്തിൽ നിന്നും ഇത് പുറപ്പെടുന്നു. കൂടാതെ എല്ലാ ദിവസവും രാത്രി 10:30 നാഗപട്ടണം വരെ സർവീസ് നടത്തുന്ന കാരിക്കൽ എക്സ്പ്രസ് വഴി നമുക്ക് വേളാങ്കണ്ണിയിലേക്ക് പോകാം. ഉച്ചയ്ക്ക് 1 മണിക്ക് പുറപ്പെട്ട് ഏകദേശം ഒരു 16 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം പിറ്റേ ദിവസം വെളുപ്പിന് 5:30 നമ്മൾ വേളാങ്കണ്ണി എക്സ്പ്രസ് വേളാങ്കണ്ണി സ്റ്റേഷനിൽ എത്തുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ താഴെ കാൽനടയായി നടന്നാൽ പള്ളിയിൽ എത്തിച്ചേരാം. ഏകദേശം ഒരു 15-20 മിനിറ്റ് എടുക്കും. ഓട്ടോയിലാണെങ്കിൽ അവിടെ നിന്ന് 100-120 രൂപ വരെ ചാർജ് ഈടാക്കുന്നതാണ്. വേളാങ്കണ്ണിയിലെ മലയാളപ്പള്ളി എന്നറിയപ്പെടുന്ന മോർണിംഗ് സ്റ്റാർ പള്ളിയിൽ രാവിലെ 9 മണിക്കാണ് കുർബാന തുടങ്ങുന്നത്. മലയാളം കൂടാതെ തന്നെ പല ഭാഷകളിലും ഇവിടെ പ്രാർത്ഥന നടക്കുന്നുണ്ട്. നമ്മളവിടെ രാവിലെ ഈ പറഞ്ഞ മാതിരി 5:30 എത്തിച്ചേർന്നത്. പക്ഷേ നല്ല മഴയായിരുന്നു. 6 മണിക്കൊക്കെ ഒരു രക്ഷയില്ലാത്ത മഴയായിരുന്നു. ഇവിടെയാണ് നമ്മൾ അതിരാവിലെ എത്തിച്ചേർന്നത്. ഇതാണ് മലയാളപ്പള്ളി എന്നറിയപ്പെടുന്ന മോർണിംഗ് സ്റ്റാർ പള്ളി. ഇവിടെ രാവിലെ 9 മണിക്കാണ് കുർബാന തുടങ്ങുന്നത്. മലയാളം കൂടാതെ തന്നെ പല ഭാഷകളിലും ഇവിടെ പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്. ഏകദേശം 9 മണി ആവാറായിട്ടുണ്ട്. അപ്പോൾ പള്ളി പ്രാർത്ഥന തുടങ്ങാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ പള്ളികളിലേക്ക് ആളുകൾ വരുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അങ്ങനെ കുർബാനയൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി ഇവിടെ ക്രിസ്തീയ ആചാരങ്ങൾക്കൊപ്പം ഹൈന്ദവ ആചാരങ്ങളുമായിട്ടുള്ള തലമുണ്ടലം ചെയ്യൽ, വിവാഹബന്ധം വേർപിരിയാണ്ടിരിക്കാനായിട്ട് ആമപ്പൂട്ട് പൂട്ടി താക്കോല് കടലിലേക്ക് വലിച്ചെറിയുന്നു, ആഗ്രഹ സാഫല്യത്തിനായിട്ട് ദേവാലയ മുറ്റത്തിൽ നിന്നും കിലോമീറ്ററുകൾ മുട്ടിലിടയുന്നു, വിവാഹബന്ധം നടക്കാനായിട്ട് മഞ്ഞച്ചരട് സമർപ്പിക്കുന്നു, കുട്ടികളുണ്ടാവാൻ വേണ്ടിയിട്ട് അമ്മത്തൊട്ടിൽ കെട്ടുന്നു. പിന്നെ വേളാങ്കണ്ണിയിൽ എത്തിച്ചേർന്നാൽ വേളാങ്കണ്ണിയിൽ സ്റ്റേ ചെയ്യുന്നതിന് അനേകം റൂമുകൾ പള്ളിക്ക് ചുറ്റുമുണ്ട്. എന്നാൽ പള്ളി വക റൂമുകൾ 2 ബെഡിന് 450 രൂപ മുതൽ 2500 രൂപ വരെയുള്ള AC റൂമുകൾ വരെ ഇവിടെ ഉണ്ട്. നമ്മൾ വന്ന വേളാങ്കണ്ണി എക്സ്പ്രസ് വൈകുന്നേരം തിരിച്ച് 6:40 എറണാകുളത്തേക്ക് സർവീസ് നടത്തുന്നത്. ഇതിനിടയിലുള്ള സമയം നമുക്ക് പള്ളികളും അതുപോലെ തന്നെ അടുത്തുള്ള ബീച്ചുകളും സന്ദർശിക്കാവുന്നതാണ്. ബീച്ചിൻ്റെ അടുത്തുള്ള ഒരു ചെറിയ കട സന്ദർശിച്ചപ്പോൾ അവിടെ ഏതെടുത്താലും 10 രൂപ റേറ്റിൽ വിൽക്കുന്നുണ്ട്. അതിനുശേഷം ബീച്ചിലെത്തി. ബീച്ചിൽ വലിയ ഒന്നും കാണാനൊന്നും ഉണ്ടായില്ല. അവിടെ ചെറിയ കച്ചവടക്കാർ കച്ചവടം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആളുകൾ കുളിക്കുന്നുണ്ട്.
നമ്മുടെ സാധാരണ നാട്ടിലെ മാരത്തെ ഒരു ബീച്ചായിട്ടാണ് എനിക്ക് തോന്നിയത്. വലിയ പുതുമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നേരെ തിരിച്ച് എല്ലാ പള്ളികളിലും കറങ്ങി തിരിച്ച് ഞങ്ങൾ പോകാൻ യാത്രയാകുമ്പോൾ അങ്ങനെ ഇവിടെ നടന്ന് കറങ്ങിയപ്പോൾ സമയം പോയത് അറിഞ്ഞില്ല. അങ്ങനെ വൈകുന്നേരമായി തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ. അതുപോലെ എല്ലാ കൂട്ടുകാരിലേക്ക് എത്തിക്കാൻ മാക്സിമം ഷെയർ ചെയ്തേക്കണേ. തൊട്ടടുത്ത ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ ഉപകാരപ്പെടുന്ന വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. Bye.